സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വീഡിയോയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഇന്ന് വേടൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. വേടനെതിരെ സംസാരിക്കുന്ന ആളുകളെ പറ്റിയും വേടൻ എന്താണ് ഇനി വേടൻ്റെ നിലപാടെന്നുള്ളതും വേടൻ അതേപോലെ തന്നെ 10 തല എന്ന് പറയുന്ന പുതിയൊരു പാട്ട് വരാൻ പോകുന്നുണ്ട്. അതിൽ രാവണനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ രാമനെ പറ്റി പറയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേടൻ പറഞ്ഞു വെക്കുന്ന ഇങ്ങനെയാണ്, അതായത് ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പുതിയത്. ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലരും എന്നെ തീർത്ത് കളയും, എന്നെ തല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രസ്താവനകളുമായിട്ട് വരുന്നുണ്ട്. ഞാൻ അതുമായിട്ടൊന്നും അല്ലെങ്കിൽ ഞാൻ അതിനൊന്നും പേടിക്കുന്ന ഒരു വ്യക്തിയല്ല, എനിക്ക് അതിനെപ്പറ്റി പേടിയുമില്ല. ഇനി ചെയ്യാനുള്ളവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചെയ്യാനുള്ളത് ഇനിയും ഞാൻ ചെയ്യും, അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. പറയാനുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്കൊരു കോപവും ഇല്ലാതെ തന്നെ വേടൻ മുന്നോട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് വേടൻ സൗമ്യമായിട്ടുള്ള രീതിയിൽ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും വേടൻ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് സൈൻ ചെയ്യണമെന്നുള്ളൊരു കരാർ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് വേടൻ അവിടെ പോയിട്ട് സൈൻ ചെയ്യാൻ പോയ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ച ഒരു സമയത്താണ് വേടൻ ഇതിനെപ്പറ്റി പറഞ്ഞത്. വേടന്റെ പാസ്പോർട്ട് എല്ലാം അവിടെ സറണ്ടർ ചെയ്തിരിക്കുകയാണ്, രാജ്യം വിട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ കേരളം വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളൊരു നിയമ വ്യവസ്ഥയിൽ വേടന്റെ ഈ പറയുന്ന പാസ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വേടന് ഒരുപാട് പരിപാടികൾ പുറത്തൊക്കെ ആയിട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേടന് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുറത്തു പോയി പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുള്ളൊരു കാര്യം കൂടി വേടൻ കോടതിയിൽ അറിയിക്കാനായിട്ട് വേടൻ അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം വേടൻ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് റാപ്പർ വേടൻ. വിദേശത്ത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ ഉള്ളതിനാൽ പാസ്പോർട്ട് ലഭ്യമാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടും. RSS വേട്ടയാടൽ കാര്യമാക്കുന്നില്ല എന്നും വേടൻ പ്രതികരിച്ചു. കാരണം നമുക്ക് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഷോസൊക്കെ കാനഡയിലൊക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മജിസ്ട്രേറ്റോട് നേരിട്ട് വക്കീൽ വഴി സംസാരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ജോലി ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ ജോലി തടസ്സമായിട്ടൊരു കുറേ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മിണ്ടുന്നുണ്ട് പ്രോപ്പറായിട്ട്. കണ്ടില്ലേ, വേടനെ ഏത് രീതിയിൽ ഒതുക്കണമെന്ന് അവർ വിചാരിച്ചു, അവരെ കൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റി. ഇതുവരെയും വലിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളുടെ പോലും പാസ്പോർട്ട് ഇതുവരെ വാങ്ങി വെക്കാൻ സാധിക്കാത്തല്ല, വാങ്ങി വെച്ചിട്ടില്ലാത്ത പോലീസുകാർ അല്ലെങ്കിൽ എക്സൈസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്നുള്ള നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുള്ള ഒരു നാട്ടിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാസ്പോർട്ടും അവന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ അവൻ്റെ ഒരു ഫെസിലിറ്റീസും ഇവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇനിയും നീ ഉയരണ്ട, നീ ഇവിടെ കിടന്നാൽ മതിയടാ എന്നുള്ള ധാർഷ്ട്യം, നീ കീഴാളനാണെങ്കിൽ നീ ഇവിടെ കിടന്ന് വളർന്നാൽ മതി എന്നുള്ളൊരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യമാണ് ഇവർ കാണിക്കുന്നത്. ഇനി വേടൻ കോടതിയിൽ പോയതുകൊണ്ട് എന്തുണ്ടാവും എന്നുള്ളത് അറിയില്ല. കാരണം വേടൻ മോദിയെ അവഹേളിച്ചു എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട് ഇവന്മാർ വേണമെങ്കിൽ ഇത് കൊടുക്കാതെ ഇരിക്കാം. പക്ഷേ ശുദ്ധമായിട്ടുള്ള തന്തയില്ലായ്മയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന് എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിക്കുന്ന ഒരു വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഇത്ര പേടി? കേവലം ഒരു ചെറിയൊരു വേടൻ. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കീഴാളനാണ്, പിന്നോക്കം നിൽക്കുന്നവനാണ്, പട്ടികജാതി പട്ടികവർഗമാണെന്ന്. അങ്ങനെയുള്ള ഒരാളിനെ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയധികം ഭയക്കുന്നു? അപ്പോൾ അവൻ പട്ടികജാതിയാണെന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. അവൻ്റെ വായിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ അവൻ്റെ ഉശിരുള്ള ചങ്കിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളുമാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലേ? നിങ്ങളുടെ പേടി അതല്ലേ? ആ പേടി നിങ്ങൾ എത്രയൊക്കെ അവനെ അടച്ചു പൂട്ടാൻ ശ്രമിച്ചാലും അവൻ തകർത്ത് വാരി എറിയും. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു മതചിന്തകളെ അല്ലെങ്കിൽ ജാതി ചിന്തകളെ, നിങ്ങളുടെ ഉള്ളിലുള്ള പേടി വീണ്ടും വീണ്ടും ഉയരാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ്? വേടൻ എഴുതുന്ന ഓരോ കവിതയ്ക്കും അത്രയധികം പവറുണ്ട്. വേടനെ നിങ്ങളൊക്കെ തകർക്കാൻ ശ്രമിച്ചു. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാനസിക നില വരെ തകരാറിലാക്കാൻ ശ്രമിച്ചു. എങ്ങനെയാ? കേസ് കൊടുക്കുക, വേടൻ്റെ ഈ പറയുന്ന മാതൃത്വത്തെ പറ്റി പറയുക, അവനെ മെന്റലി ഹരാസ് ചെയ്യുക, അവനെ ഏതൊക്കെ രീതി ചെയ്യാമോ ഫിസിക്കലി മെന്റലി എല്ലാം ചെയ്തു. 3 ദിവസം ഫോറസ്റ്റ് സ്റ്റേഷനിൽ അവരെടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്നു, പ്രതികളെ പോലെ. അങ്ങനെയൊക്കെ നടന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചത് വേടൻ്റെ ഉള്ളിൽ ആദർശവും തീയുമൊക്കെ അങ്ങ് അണഞ്ഞെന്നാണ്. പക്ഷേ ആ ആദർശവും തീയും പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ഇന്നലെ വരെ കണ്ട വേടനെയല്ല. നിങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിലോ കൊണ്ടിട്ട് അവശനാക്കിയ വേടനെയല്ല പിന്നെ കേരളം കണ്ടത്. പിന്നെ കണ്ട വേടന് കുറച്ചുകൂടി വാക്കുകൾക്ക് മൂർച്ച കൂടി. അങ്ങനെ കൂടിയപ്പോൾ വന്ന എന്താ? BJPയും RSSും മാറി മാറി വിചാരിച്ച, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ പാർട്ടികളും വിചാരിച്ചതുപോലെ വേടനെ അങ്ങോട്ട് തകർക്കാൻ പറ്റിയില്ല, അല്ലെ തളർത്താൻ പറ്റിയില്ല എന്ന് മനസ്സിലായി. നമ്മുടെ LDFന്റെ ഒരു വാചകമുണ്ട്, തളർത്താൻ പറ്റിയിട്ടില്ല പിന്നല്ല തകർക്കാൻ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് വേടന്റെ വിഷയത്തിൽ പറയാനുള്ളത്. വേടനെ തകർക്കാൻ നോക്കി, തളർത്താൻ നോക്കി ആദ്യം, പക്ഷെ പറ്റിയില്ല. തകർക്കാൻ പിന്നെ നോക്കി, അതും പറ്റിയില്ല. എന്താ പിന്നെ നോക്കുന്നത്? വേടന്റെ ഈ പറയുന്ന ഗതാഗത മാർഗം അങ്ങ് തടസ്സപ്പെടുത്തുക. പിന്നെ അവൻ ഉയർന്നു വരില്ലല്ലോ, അവൻ അവിടെ കിടന്നോളുമല്ലോ എന്നുള്ളൊരു ധാർഷ്ട്യം, അല്ലെങ്കിൽ എന്നുള്ളൊരു ചിന്താഗതി, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. അത് ആരുടെയല്ല, MLAയുടെ മകൻ്റെയാണ്. 1 മാസം അല്ലെങ്കിൽ 2 മാസം മുൻപ് MLAയുടെ മകനെ പോലീസ് പിടിക്കുകയുണ്ടായി കഞ്ചാവ് കേസിൽ. പിന്നീട് അതിനെപ്പറ്റി എന്താണ് അവൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിനെപ്പറ്റിയുള്ള കേസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ വന്നതെന്നുള്ളതോടെ അത്രയും ശ്രദ്ധേയമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും സവിശേഷതയാർന്ന ഒരു കേസോട് നോക്കിയിട്ട് വേടൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ സമയത്ത് പുതിയൊരു വാർത്ത. കായംകുളം MLA യു പ്രതിഭയുടെ മകൻ 90 ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ്. കുട്ടനാട് എക്സൈസ് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തുക്കളായ 9 പേരും പിടിയിലായിട്ടുണ്ട്. റോയ് കൊട്ടാരച്ചിറ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. റോയ്, എവിടെ വെച്ചാണ് ഇവരെ പിടികൂടിയത്? എന്തൊക്കെയാണ് കണ്ടെത്തിയത്?
റാഷിദ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പഴനിയിൽ വെച്ചാണ് ഈ യു പ്രതിഭ MLA മകനെ കഞ്ചാവുമായി പിടികൂടിയത്. ഇവരെ സുഹൃത്തുക്കൾ 9 പേർ അടങ്ങുന്ന സുഹൃത്ത് സംഘം കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത് എന്നാണ് എക്സൈസ് പറയുന്നത്. 3 ഗ്രാം കഞ്ചാവ്, 90 ഗ്രാം കഞ്ചാവ് ഇല്ല, 3 ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവർ പക്കൽ നിന്ന് പിടികൂടിയത്. ഇവർ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് എക്സൈസിന്റെ ഔദ്യോഗിക വിശദീകരണം. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ് MLA മകൻ കനിവിനെ, 21-കാരനായ കനിവിനെ എക്സൈസ് സംഘം, കുട്ടനാട്ടിലെ എക്സൈസ് സംഘം പിടികൂടിയത്. കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കനിവ് ഉൾപ്പെടുന്ന സുഹൃത്തുക്കളുടെ സംഘത്തെ 5 മാസം മുൻപ് വന്നൊരു വാർത്തയാണ് കേട്ടോ. പിന്നീട് കോടതിയിലൊക്കെ പോയതിനു ശേഷം എന്താണ് ഈ കേസിന് വന്നതെന്നുള്ള ആ ഒരു പ്രത്യേകത കൂടി, അല്ലെങ്കിൽ ആ കോടതി കൊടുത്തൊരു വലിയൊരു കാര്യമുണ്ട്. അതുകൂടെ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. മകൻ ഉൾപ്പെടെ 7 പേരെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 2 പ്രതികൾ മാത്രമാണ് 9 പേരടങ്ങുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ MLA മകനടക്കമുള്ള ആളുകൾ കഞ്ചാവ് വലിച്ചുകൊണ്ട് തെളിവുകൾ കൃത്യമായി കിട്ടിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 മാസങ്ങൾക്ക് മുൻപ് വന്നൊരു വാർത്തയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം എക്സൈസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ എന്താണ് ഈ പറയുന്ന MLA മകനെ പറ്റി പറയുന്നതെന്നും കോടതി എന്ത് വിധിയാണ് അതിന് വിധിച്ചതെന്നുള്ളതും നമുക്കൊന്ന് കണ്ടു നോക്കാം. കഞ്ചാവ് കേസിൽ യു പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ 7 പേരെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ 2 പ്രതികൾ മാത്രമാണുള്ളത്. തെളിവുകളുടെ അഭാവത്തിൽ 7 പേരെ ഒഴിവാക്കി എക്സൈസ് നേരത്തെ ഇടക്കാല റിപ്പോർട്ട് നൽകിയിരുന്നു. കണ്ടില്ലേ, ആ കൂടെ ഉണ്ടായിരുന്നവന്മാരെ നൈസായിട്ട് അങ്ങ് മൂഞ്ചിച്ചു. MLA മകൻ ഇപ്പൊ വലിയ ദിവ്യനായി. ഇനി അവനെ വലിയ മറ്റേ വാനോളം പുകഴ്ത്തുക, അല്ലെങ്കിൽ എൻ്റെ മകനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഒരു പ്രഹസനം നടത്തുക, അവനെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഇവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, വേടൻ കഞ്ചാവ് വലിക്കാരനല്ലേ? അങ്ങനെയുള്ള വേടൻ എന്തിനാ ഇത്രയും പിന്തുണ എന്ന് ചോദിച്ചാൽ ചില ഈ പറയുന്ന RSSന്റെ അടിമകളൊക്കെ ഉണ്ട്, ചാണകമിത്രങ്ങളെ. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിങ്ങൾ സ്വയമേ കണ്ണടച്ചുകൊണ്ട് ബാക്കിയുള്ളിടത്തെല്ലാം ഇരുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ബാക്കിയുള്ളവരുടെ കണ്ണിലൊക്കെ വെളിച്ചമല്ലേ? അപ്പോൾ നിങ്ങൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പേടിച്ച് വേടനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാർ, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഇങ്ങനത്തെ കൊള്ളരുതായ്മകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ വിമർശിക്കുന്നില്ല? നിങ്ങൾ അതിന് പകരം വേടൻ വലിച്ചിരുന്നോ, വേടന്റെ കഴുത്തിലെ പുലിപ്പല്ലിന്റെ എണ്ണം എത്രയാണ്, വേടന്റെ കഴുത്തിലെ പുലിപ്പല്ലിന്റെ അളവ് എത്രയാണ്, എത്ര നീളമുണ്ട്, എത്ര വീതിയുണ്ട്, എത്ര വണ്ണമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രതിഭയുടെ, അതായത് MLA മകൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങളെ കൊണ്ട് അന്വേഷിക്കാൻ സാധിച്ചു? ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പേടിയാണ്. അവന് പിടിപാടുണ്ട്, പണമുണ്ട്, അവന്റെ ജാതി ഉയർന്നതാണ്. വേടനെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും ചോദിക്കാൻ വരില്ലല്ലോ. ഒന്നുമില്ലാത്തടത്തേ അല്ലേ, ഒന്നുമില്ലാത്തടത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ വരുന്നവനല്ലേ. അവനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങളെ സംഭവിക്കുന്നുള്ളത് ഈ പറയുന്ന ചാണകമിത്രങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് മെഴുകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ. അവൻ്റെ മകൻ, MLA മകൻ അടക്കം എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ കൂട്ടത്തില്ല, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് താല്പര്യമില്ല. അവർക്കെല്ലാം വേടന്റെ കഴുത്തിലെ പുലിപ്പല്ലും വേടൻ കഞ്ചാവ് വലിച്ചതിനെ പറ്റി പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ്? വേടൻ ഒരു ഉയർന്ന ജാതിക്കാരനല്ലല്ലോ. അതുകൊണ്ട് അവനെ അടിച്ചമർത്താൻ എല്ലാവർക്കും എളുപ്പമല്ലേ. അങ്ങനത്തെ ഒരു ധാർഷ്ട്യത്തിനെയാണ് വേടൻ എതിർക്കുന്നത്. ആ ധാർഷ്ട്യത്തിനെതിരെയാണ് വേടന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ പേടിക്കുന്ന, രാഷ്ട്രീയം കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് വിരളി പിടിക്കുന്ന നീയൊക്കെ ഇനിയും വിരളി പിടിച്ച് ഓടുകയുള്ളൂ, പിടിച്ച് ഓടുകയുള്ളൂ. വേടൻ എന്തായാലും മാറ്റാൻ പോകുന്നില്ല അവൻ്റെ ആദർശങ്ങളൊന്നും. അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന ഇങ്ങനത്തെ ഇരട്ടത്താപ്പുകൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തത്. അതിനെപ്പറ്റി കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നവർക്കൊന്നും പറയാനില്ല. വേടൻ എന്ന് പറയുന്നവൻ ഇച്ചിരി കഞ്ചാവ് വലിച്ചപ്പോഴത്തേന് വേടൻ കഞ്ചാവ് വലിയനായി, വേടൻ പിന്നീട് അടിമയാണ്, വേടൻ അങ്ങനെയുള്ള അടിമയാണ്, നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റ് ഇടുന്നത്. ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ ആർക്കും ഒരു കഴിവില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ പണത്തിന്റെ വാല്യൂവും പദവിയുടെ വാല്യൂ ഒക്കെ ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ നിയമ സംവിധാന വ്യവസ്ഥയോടും ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള ആളുകളോടും ചിന്താഗതിയുള്ള ആളുകളോടും. അപ്പോൾ വേടന് അതിനുശേഷം വേടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പേടിച്ചു, അപ്പോൾ ഇനി ഞാൻ 10 തല എന്ന് പറയുന്ന ഒരു പാട്ടോടി വരുമ്പോൾ എന്നെ അടിക്കുമെന്നാണ് ചിലർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാണ് വേടൻ അതിലെല്ലാം പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. തോൾ തിരുമാവളനയ്യ വിളിച്ച് സംസാരിച്ചിരുന്നു. ബേസിക് കോൺവെർസേഷൻസ് ആയിരുന്നു. പുള്ളിക്കാരനൊക്കെ 10-35 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മളും എടുത്ത് പാടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൂടെ ഉണ്ട് എന്നറിയിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ പറയേണ്ട ഇടയിൽ എന്താണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മാഷെ. സത്യമാണ്, നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകന്മാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രവർത്തകർ ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നല്ല ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ ചീത്തയല്ല, അല്ലാതെ എല്ലാവരെയും അല്ല. 100% ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം വേടൻ പാടുന്ന ആശയം തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അടിമത്തത്തിനെതിരെ സംസാരിക്കാനായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആളുകൾ അവരുടെ വാക്കുകളിൽ കൂടി അവരത് പത്രിക സമർപ്പിക്കുക അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ ശ്രമിക്കുന്ന ആളിനെ ഇവർ അടിച്ചമർത്തി ഒരു സൈഡിലേക്ക് കളയാണ്, അത് വേറെ സത്യം. പക്ഷെ വേടൻ ഒരു പാട്ടുമായിട്ട് വന്നതുകൊണ്ടാണ് വേടൻ ഈ രീതിയിൽ ഇപ്പോഴും സംസാരിക്കാൻ പറ്റുന്നതും വേടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. അതേസമയം വേടൻ ഒരു വിമർശനവുമായിട്ട് വന്നിട്ട് ഈ ലൈവിൽ വരികയോ അല്ലെങ്കിൽ വന്നിട്ടൊരു പ്രസംഗം നടത്തുകയോ ചെയ്തിരുന്നെങ്കിൽ എത്ര പേര് വേടനെ അറിഞ്ഞേനെ?
അതിൽ വേടന്റെ നിലപാട് വ്യക്തമാണ്. അതായത് ഞാൻ ചുമ്മാ പോയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, അല്ലെങ്കിൽ അത് ആ ചർച്ചയിൽ അവിടെ തീരും. പക്ഷേ ഒരു പാട്ടാണെങ്കിൽ എന്നും എല്ലാവരും ഓർത്തിരിക്കും. അതുകൊണ്ട് തന്നെയും വേടന്റെ ഓരോ പാട്ടുകളും ഇന്ന് ഓരോ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് ചോദിച്ചാലും അവർ പാടി കേൾപ്പിക്കും, മണിച്ചേട്ടന്റെ പാട്ട് പാടുന്ന പോലെ. അങ്ങനെയുള്ളൊരു ആദർശമാണ് വേടന്. അങ്ങനത്തെ ആദർശത്തെയും രാഷ്ട്രീയത്തെയും അവന്റെ ആശയങ്ങളെയും മനസ്സിലാക്കുന്ന ആളുകൾ അവനെ സപ്പോർട്ട് ചെയ്യും, അല്ലാത്തവർ അവനെ സപ്പോർട്ട് ചെയ്യില്ല, കുറ്റം പറയും. അത് വേറെ വസ്തുത. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടുപോകാം. ബേജാറാക്കണ്ട, അതുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേറെ വലിയ കോൺവെർസേഷൻ ഒന്നുമില്ല, വെറുതെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്ന കാര്യം. ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങളാണുള്ളത്, അത് കാര്യമായിട്ട് എടുക്കുന്നില്ല ഞാൻ. അത് ഇനി വരാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ആണ് ഇല്ല, പത്തുതല എനിക്ക് തോന്നുന്നതേ ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് സമയമെടുത്ത് ചെയ്യാൻ ഞാൻ മുന്നും പറഞ്ഞിരുന്നത്, പത്തുതല ഭയങ്കര സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പാട്ടാണ്. അതിനകത്ത് കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ട് പത്തുതല ഇറങ്ങുള്ളൂ. അപ്പോൾ പത്തുതലയാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുള്ളിക്കാരനൊക്കെ പത്തുതല ഇറങ്ങി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു ഞാൻ. പത്തുതല പതുക്കെ സമയം എടുത്ത് അടിക്കാൻ സമയമുണ്ട്, നിങ്ങൾക്ക് പത്തുതല ഇറങ്ങാൻ സമയം എടുക്കും. കണ്ടില്ലേ, എന്നെ അടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അടിക്കാൻ എന്തായാലും ഒരുപാട് സമയം എടുക്കും, കാരണം ആ പാട്ട് വരെ ഒരുപാട് സമയം എടുക്കുമെന്നാണ് വേടൻ പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ഇരട്ടത്താപ്പ്. ആ MLA മകനെ പിടിച്ചപ്പോൾ അതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്തും അവനെ അത് സപ്പോർട്ട് ചെയ്യാതെ സംസാരിച്ചിട്ടുള്ള ആളുകളെ നമുക്കറിയാം. വേടന്റെ വിഷയം വന്നപ്പോൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകളാണ്. ബാക്കിയുള്ളവരെല്ലാം വേടനെ കുറ്റം പറയാനായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ വേടനെ അടിക്കും പിടിക്കും നക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള കഴിവില്ലായ്മയൊന്നും വേടനും ഇല്ല. അതേപോലെ തന്നെ വേടൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കുമില്ല. കേരളത്തിലെ ഈ പറയുന്ന 90% അല്ല 99% ആളുകൾക്കുമില്ല. 1% വരുന്ന അടിമകളാണ് വേടനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത്. നീയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്നലെ വന്ന മഴയിൽ മുളച്ച് വന്ന നിന്നെപ്പോലുള്ള പാഴ് ജന്തുക്കൾ അല്ലെ പാഴ് സസ്യങ്ങൾ പറയുന്നത് ആര് നോക്കാനാടേ? ഈ സൂര്യപ്രകാശം കിട്ടാതെ വളർന്നു വരുന്ന BJP എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചാണകത്തിൻ്റെ ആ ഒരു ചാണകവളമൊക്കെ ഇട്ട് വളർന്നു വരുന്ന നീയൊക്കെ പറഞ്ഞാൽ ആര് വക വെക്കാനാ? വേടൻ ഇനിയും കത്തിക്കയറും, വേടൻ അടിച്ചു കയറി വരും. വേടനെ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അയാളുടെ ഉള്ളിലെ തീ അത് കത്തിക്കൊണ്ടേയിരിക്കും. വേടൻ്റെ ഉള്ളിലാണോ തീ പുറത്താണോ തീ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാഞ്ഞാണ് BJPക്കും ഈ പറയുന്ന RSSനും ഒക്കെ പറ്റിയൊരു അബദ്ധം. അല്ലെങ്കിൽ മണ്ടന്മാരെന്ന് പ്രത്യേകിച്ച് പറയണ്ട, ഭൂലോക മണ്ടന്മാരാണ്. അബദ്ധങ്ങൾ മാത്രമേ പറ്റുള്ളൂ, കാരണം ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ചിന്തിച്ചു, അതായത് വേടൻ്റെ ഉള്ളിലാണല്ലോ തീ എന്നുള്ളത് മനസ്സിലാക്കാതെ വേടൻ്റെ പുറത്തുള്ള തീ അങ്ങ് അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ ആ ഉള്ളിൽ അതിങ്ങനെ കിടന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ എരിയുന്ന തീയാണ് നമ്മളിന്ന് കേരളത്തിലൊരു വലിയൊരു തീ ഗോളമായി മാറുന്നത് കാണുന്നത്. ആ തീഗോളം ഇനിയും ആളിക്കത്താൻ വേണ്ടി കേരളത്തിലെ എല്ലാ ജനങ്ങളും വേണ്ടത്ര പിന്തുണ കൊടുക്കും. കാരണം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അടിമത്തമാണ് അതിലെ ഏറ്റവും പ്രധാന കാരണം. അത് പണമുള്ളവൻ പണമില്ലാത്തവനെ അടിമയാക്കുന്നു, ജാതിയിൽ മുന്നോക്കം നിൽക്കുന്നവൻ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവനെ അടിമയാക്കുന്നു, തൊഴിലിടങ്ങളിൽ തൊഴിലാളികളെ മുതലാളിമാർ അടിമയാക്കുന്നു. എല്ലായിടത്തും ഇന്നും അടിമത്തം നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയാണ് വേടൻ ശബ്ദമുയർത്തുന്നത്. ഇനിയും ശബ്ദമുയർത്തുക തന്നെ ചെയ്യും. പേടിക്കേണ്ടവർക്കും കുരു പൊട്ടുന്നവർക്കും ഇനിയും പൊട്ടിക്കോ, ഒരു കോപ്പുമില്ല എന്നുള്ളത് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.